കൃഷ്ണകുമാറിനെതിരെ പരാതി കൊടുത്ത ജീവനക്കാരികൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കാൻ പോവുകയാണ്. ഇവർക്ക് മുൻകൂർ ജാമ്യം കിട്ടുമോ? കിട്ടത്തില്ല. കാരണം അവര് അടിച്ചുമാറ്റിയ പണം റിക്കവർ ചെയ്യണ്ടേ, അപ്പം ജാമ്യം കിട്ടില്ല. അവരെ കസ്റ്റഡി വേണം. അപ്പൊ ഈ 3 പേരെയും പോലീസ് കസ്റ്റഡി വെച്ച് ചോദ്യം ചെയ്തെങ്കിൽ ചിലപ്പോൾ 2 ദിവസം 3 ദിവസം കസ്റ്റഡി ചോദിക്കും. കസ്റ്റഡി ചോദിച്ചു കഴിയുമ്പോൾ മാത്രമേ ഈ പ്രോപ്പർട്ടി റിക്കവർ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി പൈസ അവിടെ അവരുടെ ബാങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ചുമ്മാ ചോദിച്ചാൽ തരത്തില്ല. ഇവരുടെ അക്കൗണ്ടിൽ ബാങ്കിൽ പൈസ ഉണ്ടെങ്കിൽ അത് സീസ് ചെയ്തിട്ട് അത് ഈ കേസിന്റെ കുറ്റച്ചാർജിനൊപ്പം കോടതി കാണിക്കണം. ഇവരെ 3 പേര് എത്ര ബാക്കിയുണ്ട്, പിന്നെ ബാക്കി അവരെടുത്ത പൈസ എന്ത് ചെയ്തു, വീട് പണി അല്ലെങ്കിൽ സ്ഥലം വാങ്ങിച്ചു വീട് പണി ഇമ്പ്രൂവ്മെന്റ് ആണെങ്കിൽ അതിന്റെ കോൺട്രാക്ടറെ വിളിച്ചിട്ട് അവന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കണം. നിങ്ങൾക്ക് എത്ര ലക്ഷം രൂപ തന്നു, ഇത്ര ലക്ഷം രൂപ തന്നു. അപ്പൊ എവിഡൻസ് ആയില്ലേ? ഈ പണം പോയത് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കും പോലീസ്. അപ്പൊ അതാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇത് ക്രൈംബ്രാഞ്ചിൽ പോയ കൊണ്ട് കൃത്യമായിട്ടുള്ള രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഈ വിവരങ്ങൾ എല്ലാം കിട്ടും. അത് കിട്ടണമെന്നെങ്കിൽ 3 പേരെയും പോലീസ് കസ്റ്റഡി വേണം. പോലീസ് കസ്റ്റഡി 3 ദിവസങ്ങൾ വേണം. ഇത് എവിഡൻഷ്യറി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് ശിക്ഷയും കിട്ടുമെന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, ഇവരിപ്പോ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല, മൊഴിയെടുക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം ഇവരുടെ 3 പേരുടെയും വീടുകളിൽ പോലീസ് പോയതാണ്. പക്ഷെ അവരൊന്നും വീട്ടിൽ ഇല്ലായിരുന്നു. അപ്പോൾ ഈ 3 പ്രതികൾ എന്ന് പറയുന്നില്ല, ഈ ആരോപണ വിധേയർ ഒളിവിൽ തന്നെയാണ്. ഒളിവിൽ പോയി എന്ന് വ്യക്തമാണല്ലേ? ഒളിവിൽ പോയെന്ന് വ്യക്തം. അവര് മുൻകൂർ ജാമ്യത്തിന് പോകും, കൊടുക്കൂല, സറണ്ടർ ചെയ്യാൻ പറയും. സറണ്ടർ ചെയ്യും? അങ്ങനെ സറണ്ടർ ചെയ്യാതെ നിർത്തിയില്ല. ഇന്ത്യയിൽ ജീവിക്കണ്ടേ, അവർക്ക് ഇവിടെ കേരളത്തിൽ ജീവിക്കണ്ടേ, സറണ്ടർ ചെയ്തേ പറ്റുള്ളൂ. കോടതി അങ്ങനെയൊന്നും പ്രൊട്ടക്ട് ചെയ്തില്ല. അത്ര പൈസ പോയെന്ന് പ്രൈമറി ആയിട്ട് മുനിസിപ്പൽ പോലീസിന് ഇൻവെസ്റ്റിഗേഷൻ കണ്ടെത്തി കഴിഞ്ഞു. അത് എങ്ങോട്ട് അവർ ആ പൈസ എടുക്കാൻ അവർക്ക് അർഹതയില്ലല്ലോ. അവരുടെ അക്കൗണ്ടുകൾ പൈസ അയച്ചില്ല, അവിടെ കൊണ്ട് തീർന്നല്ലോ പ്രശ്നം. അവിടെ ഫ്രോഡും ചീറ്റിംഗ് ഒക്കെ നടന്നു കഴിഞ്ഞു. അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. മുതലാളിയുടെ അക്കൗണ്ടിലാണ് അവർ ടാക്സ് ഒട്ടിക്കാനാന്നൊക്കെ ഇവർ കൗണ്ടർ പറയുന്നെങ്കിലും അങ്ങനെ ഒരു സംവിധാനമില്ല. അവരുടെ മുഴുവൻ അവരുടെ സോഴ്സ് എന്താണെന്ന് അവർ ചാർട്ടേഡ് അക്കൗണ്ട് മുഖേന അവർ കൊടുത്തോണ്ടിരിക്കുന്നതാണ്. പിന്നെ ഇപ്പൊ എന്താണെന്ന് ഇരിക്കുന്നത്, പിന്നെ കൂടുതൽ പൈസ വരുമ്പോൾ അത് ഇവരുടെ ഒരു യുക്തിയാണ്. ആ ടാക്സ് ഒട്ടിക്കാൻ ഇവരിലോട്ട് അയച്ചിട്ട് അത് അവർ മോട്ടിച്ചിട്ട് ഒരു ന്യായം പറയുന്ന അങ്ങോട്ട് അയച്ചിട്ട് ആ പൈസ ഞങ്ങൾ കൊടുക്കും. ഇതൊക്കെ പറഞ്ഞാൽ ചെലവാകുമെന്നായിരുന്നു ആ പാവങ്ങൾ പിള്ളേർ ചിന്തിച്ചത്. അത് കൃഷ്ണകുമാർ അത് 22.5 ലക്ഷത്തിന് അപ്ലൈ സമ്മതിച്ച് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണ്ടായിരുന്നു. പറ്റിപ്പോയില്ലേ? ആരാണ് ഇവരെ ഇങ്ങനെ പേഴ്സോഡ് ചെയ്ത് നിർബന്ധിച്ച് ഈ ലെവലിലോട്ട് കൊണ്ടുവന്നത്? പോലീസ് ചില ലോക്കൽ ലെവലിലുള്ള സ്വാധീനം ഉപയോഗിച്ചിട്ട് മറ്റേ ആൾക്കെതിരായിട്ട് ഒരു കേസെടുക്കാനൊക്കെ സംവിധാനം ഉണ്ടാക്കിയത് ചെറിയ രീതിയിലുള്ള ഒരാണ്. അത് മുഖ്യമന്ത്രി ആവശ്യം കൃത്യം ഇടപെട്ടിട്ടുണ്ടെന്ന്. ഇപ്പോൾ അതിനകത്ത് കൃഷ്ണകുമാറിന് നീതി കിട്ടും. കാരണം അയാളുടെ പൈസയാണ് പോയിരിക്കുന്നത്, അയാളുടെ മകളുടെ പൈസയാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് ഈ സൈസ് ഡിഫൻസ് ഒന്നും ശരിയാകത്തില്ല. അത് മുൻകൂർ ജാമ്യത്തിന് ഇവിടെ ജാമ്യം കിട്ടൂല. അവർ ഹൈക്കോടതിയിൽ പോകും, ഹൈക്കോടതി കൊടുക്കൂല, സറണ്ടർ ചെയ്യാൻ പറയും, സറണ്ടർ ചെയ്തേ പറ്റുള്ളൂ, കസ്റ്റഡിയിലും പോകും. ഓക്കെ, അപ്പോൾ ഈ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തതോടുകൂടി കാര്യങ്ങളെല്ലാം കൈവിട്ടുപോയി. ഈ പെൺകുട്ടികൾക്ക് കൂടുതൽ കുരുക്കായി ഞാൻ സംശയമില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏറ്റെടുത്തതോടുകൂടി കൃഷ്ണകുമാറിനും കുടുംബത്തിനും കൂടുതൽ ആശ്വാസം കിട്ടിയെന്ന് പറയാം. തീർച്ചയായിട്ടും അവർക്ക് ഇവിടെ മുൻകൂർ ജാമ്യത്തിന് പോയിട്ടുണ്ട്, ജാമ്യം കൊടുക്കും. അതിൻ്റെ അകത്ത് കേസില്ല എന്ന് കോടതിക്ക് അറിയാം. പിന്നെ പോലീസ് കേസ് എടുത്തുകൊണ്ട് അതിന്റെ ഫൈനൽ റിപ്പോർട്ട് ചെയ്യുന്നിടം വരെ കോടതിക്കൊന്നും ചെയ്യാൻ ഒക്കില്ല. പോലീസ് എങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് ജാമ്യം കൊടുക്കും. അടുത്ത നാളെ അവർക്ക് 2 ജാമ്യം കൊടുക്കും. പക്ഷെ മറ്റവർക്ക് കൊടുക്കില്ല. മറ്റവർ സറണ്ടർ ചെയ്യാൻ പറയും, ജാമ്യം നിഷേധിക്കും. അതിന് അവർ ഹൈക്കോടതിയിൽ പോകും. അപ്പൊ ഈ പൈസ മോട്ടിച്ചതും പോരാ, വീട് വെച്ചതും പോരാ, കുറച്ചുകൂടെ കടം കയറും. അവസാനം ജയിൽ ജീവിതം തന്നെയാണ് എനിക്ക് തോന്നുന്നത് 3 പേർ. കാരണം അതിനകത്ത് രക്ഷപ്പെടുക. അല്ലെങ്കിൽ കൃഷ്ണകുമാറും മകളും അവർ കോടതിയിൽ വന്നിട്ട് അവർക്കെതിരായിട്ടുള്ള കേസ് സമയത്ത് അവർക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാനേ പറ്റുള്ളൂ. അല്ലാതെ ഒരു സെറ്റിൽമെന്റ് ഒന്നും ഇത് പോവില്ല. സെറ്റിൽമെന്റും കോംപ്രമൈസും ഒന്നും പോവില്ല ഇനി. കാരണം അത്ര ഡാമേജ് കൃഷ്ണകുമാറിനും നീ അയക്കും വന്നു കഴിയും ഇല്ലേ. അവര് ഏതായാലും മുഖ്യമന്ത്രി ഓഫീസിന് കൃത്യമായ ഒരു അന്വേഷണം അന്വേഷിച്ച് ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോഴാണ് അവര് ബാങ്കിൽ പോയി ഈ പൈസ അവിടെ ഇവരുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടോ എന്ന് പോലും നോക്കാൻ. അത് എത്ര ദിവസം എടുത്തു? അതിന് 3 ദിവസം ബാങ്ക് അവധിയായി. അതിന് തലേദിവസം വ്യാഴാഴ്ച പോകാറുന്നില്ല, വെള്ളി ശനി ഞായർ അവധി സമ്മതിച്ചു. അവരെന്തുകൊണ്ട് അന്നേരം ഒരു ഇത്രയും വലിയ സീരിയസ് ആയ ഒരു കേസ് വന്നു കഴിഞ്ഞപ്പോൾ അവരെന്തുകൊണ്ട് ബാങ്കിൽ നിന്ന് പോയി ഫോർമലായിട്ടെങ്കിലും നോക്കാൻ? ഞാൻ സീസ് ഒന്നും ചെയ്യണ്ട, ഫോർമലായിട്ട് നോക്കും. പൈസ അവരുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടോ ബാങ്ക് പോലീസ് ഓഫീസർ എന്ന് കാണിക്കുമ്പോൾ അപ്പം പറഞ്ഞു കൊടുക്കും. റെക്കോർഡൊന്നും വേണ്ടെന്നേ. ആ ബാങ്ക് അക്കൗണ്ട് നോക്കിയാൽ 1 മിനിറ്റ് 5 മിനിറ്റ് കാര്യമില്ല. അപ്പൊ അതൊന്നും അവിടെ നടന്നില്ല. അപ്പം കാര്യമായ എന്തോ ഒരു സ്വാധീനത്തിന്റെ പുറത്താണ് ഈ കേസ് കൃഷ്ണകുമാറിനും മകൾക്ക് എതിരായിട്ട് എടുത്തത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഓക്കെ, ഒപ്പം ചോദിക്കാനുള്ളത്, സാധാരണഗതിയിൽ ഏത് തരത്തിലുള്ള കേസുകളാണ് ഈ ക്രൈംബ്രാഞ്ചിന് വിടുക? ക്രൈംബ്രാഞ്ചിന് ഒബ്സ്ക്യൂർ ആയ കേസുകളാണ് സാധാരണഗതിയിൽ
ലോക്കൽ പോലീസ് അന്വേഷിച്ചിട്ട് എങ്ങ് എത്താതിരിക്കുന്ന സന്ദർഭത്തിലാണ് ക്രൈംബ്രാഞ്ച് വരുന്നത്. അങ്ങനെ അത് സർക്കാർ നിശ്ചയിക്കാം. ഒരു ജില്ലയിലെ ഒരു പോലീസ് മേധാവിക്ക് അല്ലെങ്കിൽ ADGPക്ക് അല്ലെങ്കിൽ ലോ ആൻഡ് ഓർഡറിലെ ADGPമാർക്ക് അത് നിശ്ചയിക്കാം. അത് ഇത്രയും ദിവസമായിട്ട് ലോക്കൽ പോലീസ് അന്വേഷിച്ചിട്ട് ഇതുവരെ തെളിഞ്ഞില്ല, അതുകൊണ്ട് ഇത് കുറച്ചുകൂടെ, കാരണം ലോക്കലിലെ പോലീസ് അന്വേഷിക്കുമ്പോൾ ലോ ആൻഡ് ഓർഡർ മറ്റു പ്രശ്നങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്, അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ. ക്രൈംബ്രാഞ്ച് എന്ന ഈ കേസ് കൃത്യമായിട്ട് എത്ര ദിവസം വേണേൽ കണ്ടിന്യൂസ് ആയിട്ട് അത് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. ഇപ്പം തന്നെ അതിന് ഓരോ ഡിസ്കസ്, നമുക്ക് ഓരോ കേസിന്റെ സ്വഭാവം കാണാൻ മനസ്സിലാവും. ഇങ്ങനെ തെളിയാതെ വരുന്ന മർഡർ കേസുകളൊക്കെ ഒരു ക്ലൂ ഇല്ല, 1 മാസം 2 മാസം അന്വേഷിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പ്രോഗ്രസ് ഇല്ല, അന്നേരം ക്രൈംബ്രാഞ്ചിന് കൊടുക്കും. ഇപ്പം തന്നെ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഒരു CBIക്ക് ഒരു കേസ് ട്രാൻസ്ഫർ ചെയ്തു. ലോക്കൽ പോലീസിന്റെ ഇരിക്കുന്ന കേസാണ്, പെട്ടെന്ന് അങ്ങ് CBIക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ അതിനൊരു ഗ്രൗണ്ട് ഉണ്ട്. ഹൈക്കോടതി പറഞ്ഞത് പയ്യനെ കാണാതെ പോയി, അപ്പം കേസ് കൊടുത്തു. ചങ്ങരംകുളം പോലീസ് സ്റ്റേഷൻ കേസ് കൊടുത്തു. കേസ് കൊടുത്തിട്ട് 2 മാസമായിട്ട് ഒരു വിവരമില്ല. അവസാനം കംപ്ലൈന്റ് ആയി കഴിഞ്ഞപ്പം പോലീസ് ഒന്നുകൂടെ ഉണർവോടെ അന്വേഷിച്ചപ്പം ഈ പയ്യനെ UK ജോലിക്ക് പോയതാണ്. UK ജോലിക്ക് പോയിട്ട് വിളിച്ചുകൊണ്ടിരുന്നു വീട്ടില്. 5-6 മാസം കഴിഞ്ഞാൽ വിളി നിന്നു. അത് കഴിഞ്ഞ് ഇവർ വിഷമിച്ചിരിക്കുമ്പോൾ ഒരു വിളി വന്നു. അത് നേപ്പാളിൽ നിന്ന് വന്നു. അത് ഇവിടുത്തെ ലോക്കൽ പോലീസ് അന്വേഷിക്കാൻ പറ്റും. നേപ്പാളിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് അത് ഇപ്പം എന്തായാലും ആ ലോക്കൽ പോലീസ് ചങ്ങരംകുളം പോലീസ് ആണെന്ന് തോന്നുന്നു. അവർ കുറച്ച് അവിടുത്തെ DYSP ആരും ഇടപെട്ടിട്ട് നേപ്പാളിൽ നിന്ന് എങ്ങോട്ട് പോയി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ ഹൈദരാബാദിൽ വന്നിട്ടുണ്ട്. അവിടുന്ന് അയാൾ മൊബൈൽ വെച്ചിരിക്കുന്ന ആരും അവിടുന്ന് പിന്നീട് അടുത്ത് ബംഗാളിൽ വന്നിരിക്കുന്നു. കൽക്കട്ടയിൽ ഒരു ഫോൺ വന്നിരിക്കും, പിന്നെയില്ല. ഇത് ലോക്കൽ പോലീസ് അന്വേഷിക്കാൻ പറ്റുമോ? ഇത് ക്രൈംബ്രാഞ്ചിന് അന്വേഷിക്കാൻ പറ്റുമോ? ക്രൈംബ്രാഞ്ച് സ്റ്റേറ്റിലേ ഉള്ളൂ. ഹൈക്കോടതി കൃത്യം ഇടപെട്ടു, CBIക്ക് കൊടുത്തു. അതല്ല. അപ്പൊ അങ്ങനെയാണ് നമ്മൾ മാനദണ്ഡം, ഞാൻ ഇത് പറയാൻ കാരണം അതിന്റെ മാനദണ്ഡം നിശ്ചയിക്കുന്നത് അങ്ങനെയാണ്. അത് ഓരോന്നിനും അത് ഹൈക്കോടതിക്ക് അറിയാം, സീനിയർ ഓഫീസേഴ്സിനും അറിയാതെ. അല്ലാതെ ഇവിടെ പെട്ടെന്ന് ക്രൈംബ്രാഞ്ച് വിട്ടത് നന്നായി. കാരണം ലോക്കൽ പോലീസിന്റെ ജില്ലാ ക്രൈംബ്രാഞ്ചുകാരനാണെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്ത് എഴുതുള്ളൂന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് വിട്ടത് വളരെ നന്നായി. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ വരും? ക്രൈംബ്രാഞ്ച് ഇതിനകത്ത് കുറെ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. അത് ലോക്കൽ പോലീസ് ഇവരെ അന്വേഷിക്കില്ല. അത് കാരണം ഈ കുട്ടികൾ നേരത്തെ എവിടെയെങ്കിലും ജോലിക്ക് പോയിട്ടുണ്ടോ അന്വേഷിക്കണ്ടേ? ഇവരിവിടെ വന്ന ഉടനെ അവര് മറ്റേ കോഡിനകത്ത് കയറി അത് ചെറിയ മോഡിഫിക്കേഷൻ വരുത്തി QR കോഡ് വരുത്തിയിട്ട് അത്ര എക്സ്പെർട്ടാണ് ഇവര്. അപ്പൊ നേരത്തെ എവിടെ ആയിരുന്നു ഇവർക്ക് ജോലിയാണ്, അത് അന്വേഷിക്കണ്ടേ? അല്ലെ ഇവിടുത്തെ കാര്യം മാത്രമല്ല, ഇവരുടെ പ്രീവിയസ് കോണ്ടാക്ട് നോക്കണം. എവിടെയെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ, അവിടെ സമാന രീതി തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ? ഇവർ ഇവിടെ വന്നിട്ട് അങ്ങ് തുടങ്ങുകയാണ്. എത്ര നിസ്സാര സംഖ്യയില്ല, 69 ലക്ഷം രൂപയാണ്, 3/4 കോടി രൂപയുടെ അടുത്ത് വരികയാണ്. 3 പെൺകുട്ടികളാണ് അത് എടുത്തിരിക്കുന്നത്. അപ്പൊ അവരുടെ പിന്നിൽ ആളുണ്ട്, കണ്ടെത്തണം. അത് ആ ആളിന്റെ ശക്തി കൊണ്ടാണ് കൗണ്ടർ കേസുകൾ എടുക്കാൻ കാരണം എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് അത് തന്നെയല്ല, അവര് ഒരു കൗണ്ടർ പറഞ്ഞല്ലോ, അവരെ തട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞു. അതിന്റെ ദൃശ്യങ്ങളെല്ലാം വെളിയിൽ വന്നല്ലോ. അപ്പൊ അപ്പൊ അങ്ങനെ പറയുന്ന മോട്ടിച്ചത് മാത്രമല്ല, അപ്പൊ അതിനുശേഷം അടുത്ത നമ്പറിലോട്ട് മറ്റേ മുതലാളിയെ കുരുക്കാനായിട്ട് അടുത്ത നമ്പർ ഇറക്കുകയാണ്. ഇതൊക്കെ എവിടുന്ന് പഠിച്ചു? അതൊക്കെ അംഗീകരിക്കാൻ പറ്റുമോ മ്യൂസിയം പോലീസിനെ? അതൊക്കെ എന്തുകൊണ്ടാണ് അവർ അംഗീകരിക്കുന്നത്? അവർക്ക് തന്നെ പറയും, കള്ളന്മാരെല്ലാം പറയും ഞാനല്ലേ സാറേ എടുത്തത്, കള്ളന്മാരെല്ലാം പറയുന്ന ഞങ്ങളല്ലേ സാറേ, കൊന്നിട്ട് പറയും ഞാനല്ല കൊന്നു, മറ്റോ തങ്കപ്പനാ കൊന്നെന്നൊക്കെ പറയും. അതൊക്കെ കേൾക്കാതിരിക്കുന്നവരാണ്. സത്യസന്ധമായിട്ട് അന്വേഷിക്കുമ്പോൾ കറക്റ്റ് ട്രാക്ക് ആണെങ്കിൽ നമുക്ക് യഥാർത്ഥ പ്രതികൾ ആരാണെന്ന് അറിയാം. അതിന് പകരം പ്രതികളെ സംരക്ഷിക്കുന്ന രീതിയിൽ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിൽ പരാതിക്കാരെ ഭീതിപ്പെട്ട് ഓടുന്ന അവസ്ഥയിൽ അയാൾ മുൻകൂർ ജാമ്യത്തിന് ഓടുകയല്ലേ. അപ്പൊ അങ്ങനെ ആരെങ്കിലും പരാതി കൊടുക്കണോ? അതിനൊരു പോലീസ് സംവിധാനമാണോ ഇവിടെ ഉള്ളത്? നമ്മൾ പരാതി കൊടുക്കത്തില്ല. ഇങ്ങനെ പല സ്ഥലത്താകുമ്പോൾ ആൾക്കാർ പരാതിക്കേ വരത്തില്ല, കാരണം നീതി കിട്ടില്ലെന്നറിയാം. അതുകൊണ്ട് മുഖ്യമന്ത്രി ഓഫീസ് കൃത്യമായിട്ട് ഇടപെട്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൊടുക്കാതെ. അത് ഞാൻ നേരത്തെ പോലെ പറയുന്നത്, ഈ ക്രൈംബ്രാഞ്ച് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചേ ഉള്ളൂ. ഈ ജില്ലാ ക്രൈംബ്രാഞ്ച് ഒരു തട്ടിപ്പാണ്. അത് അവിടുത്തെ SP മാരും അവിടുത്തെ DIG-മാരും അത് ക്രൈംബ്രാഞ്ചിന് വിട്ടുന്ന് യവന്മാരൊക്കെ വിളിച്ചു പറയുന്നത് വളരെ പുച്ഛത്തോടെ മാത്രമേ എനിക്കത് കാണാൻ പറ്റും. അങ്ങനെ പൊതുജനങ്ങളെ പറ്റിക്കരുത്. പൊതുജനങ്ങളുടെ അടുത്ത് കൃത്യം പറയണം, ജില്ലാ ക്രൈംബ്രാഞ്ച് എന്നൊരു ക്രൈംബ്രാഞ്ച് ഇല്ല. ക്രൈം ഡിറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു DYSP ഇതാണ്. ഇതൊക്കെ എന്തിനാ ഇങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലായി. ആരാണ് ഇത് തൊടുത്തു വിട്ടതെന്ന് ഞാൻ ചോദിക്കുന്നത്. അത് ആദ്യം ബാൻ ചെയ്യണം. ജില്ലാ ക്രൈംബ്രാഞ്ച് ആദ്യം ആ പൊസിഷൻ അല്ല ബാൻ ചെയ്യല്ലേ. അത് എല്ലാവരും തെറ്റ്, ക്രൈംബ്രാഞ്ചിൽ വിട്ടുന്ന ചില ആൾക്കാർ സന്തോഷത്തോടെ ക്രൈംബ്രാഞ്ച് അല്ല. ക്രൈംബ്രാഞ്ച് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് CBCID എന്നാണ് പറയുന്നത്. അവിടെയാണ് അയക്കുന്നത്. അതാണ് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച്. അവിടെ ഒരു DGP ഉണ്ട്, ഒരു 2 ജില്ലയ്ക്ക് ഒരു SP ഉണ്ട് ക്രൈംബ്രാഞ്ചിൽ. അത് പ്രത്യേക സംവിധാനമാണ്. അപ്പൊ അവർക്ക് നല്ല എക്സ്പീരിയൻസ്ഡ് വെൽ എക്സ്പീരിയൻസ് DYSP റാങ്കിലുള്ളവരാണ് മിക്കവാറും കേസ് അന്വേഷിക്കുന്നത് അവിടെ. അപ്പൊ അത്രയും താഴേന്ന് കയറി വന്നവർക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും. അതിനു പകരം ജില്ലാ ക്രൈംബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ അത് ആദ്യം ബാൻ ചെയ്യണമെന്നാണ് മുഖ്യമന്ത്രി ഓഫീസ് ശ്രദ്ധിക്കണം. അത് മേലെ അങ്ങനെ പറയരുത് പോലീസ്.
മനുഷ്യനെ പറ്റിക്കുകയാണ് എത്ര നാളുകൊണ്ട്. പലരും എന്നെ കാണുമ്പോൾ പറയും സാറേ ക്രൈംബ്രാഞ്ചിന് വിട്ടു. ഞാൻ പറയും ഏത് ക്രൈംബ്രാഞ്ച്, എവിടാ ഓഫീസ്? അതൊക്കെ ചോദിക്കുമ്പോഴാണ് കമ്മീഷൻ ഓഫീസിൽ തന്നെ അപ്പുറത്തൊരു മുറി ഇരിക്കുന്ന ആളാണ് ഈ ജില്ലാ ക്രൈംബ്രാഞ്ച്. അത് പറ്റിക്കുന്നത് ശരിയല്ല. അത് ഇനിയെങ്കിലും ഇത് ശ്രദ്ധിക്കുന്നവര് DGP ആയാലും ശരി, ഹോം ഡിപ്പാർട്ട്മെന്റ് അത് മാറ്റണം. ജില്ലാ ക്രൈംബ്രാഞ്ചിനെ പ്രയോഗിക്കരുത്. ഇത് ആരാണ് ഇത് ഇറക്കിയതെന്ന് കണ്ടുപിടിക്കണം. ഇങ്ങനെ മനുഷ്യനെ പറ്റിക്കുന്നത് നല്ലതല്ല.